എല്ലാ പ്രേക്ഷകർക്കും തിരികെ സ്വാഗതം. അങ്ങനെ ആട്ടവും പാട്ടും പരിപാടിയും ഇല്ല, പാട്ട് നിർത്തിയിട്ടില്ല, ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഞാൻ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് വിത്ത് മധു സജിയിലേക്ക്. തിരിച്ചു വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് പേർ നമ്മളോടൊപ്പം ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത് ശ്രീ രാജേഷ് ചേർത്തലയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫ്ലൂട്ടിസ്റ്റുള്ള ഒരാളാണ്. സ്വാഗതം സർ. അതിനൊപ്പം നമ്മളുടെയൊക്കെ വണ്ടർ ബോയ് ആയിട്ടുള്ള നമ്മുടെ ഏതൻകുട്ടനുണ്ട്, ഏതൻകുട്ടൻ്റെ പാരൻസ് ഉണ്ട്, ക്രിസ്റ്റോ കുര്യനും ഷോളിയും ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ വൈകുന്നേരം കുറച്ച് ആഘോഷമായിട്ട് ഒരുമിച്ചിരിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കാണുന്ന ആളുകളാണ് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അതിലൊരു കുഞ്ഞ് വണ്ടർ ബോയ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുണ്ട്. ഒരു ഹായ് പറയൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. ഒരു ഓണം മൂഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരോ? പിന്നെന്താ. ഏതൊന്നും ഇഷ്ടായോ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, താങ്ക് യു പറയാല്ലേ നമുക്ക്. താങ്ക് യു ഞങ്ങൾക്കൊരു ഓണം മൂഡ് ഉണ്ടാക്കി തന്നതിന്. അപ്പോ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് ഇതിന്റെ പേരെന്താ? ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ട് ഏതുംകുട്ടിന്റെ കയ്യില്? ഒരെണ്ണേ ഉള്ളോ? വേറെ എത്ര ഡ്രംസ് ഉണ്ട് കയ്യില്? കുറേ ഡ്രംസ് ഉണ്ടോ? താളം കൊട്ടുമ്പോ ആരാ പാട്ടൊക്കെ പാടിത്തരുന്നേ? അമ്മയാണോ? അമ്മ ഭയങ്കര പാട്ടുകാരിയാണോ? കുഴപ്പമില്ലല്ലേ? ഏതിനിങ്ങനെ ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് എങ്ങനെയാ തോന്നിയേ? എങ്ങനെ കണ്ടുപിടിച്ചേ? നല്ല ചെറുപ്പം മുതല് ഞങ്ങളിങ്ങനെ അവന് താളം കൂട്ടിക്കൊടുക്കും. നമ്മൾ കുട്ടികൾക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു താളം പാട്ട് അമ്മ പാടിക്കൊടുക്കും. കുറച്ച് പ്രായം ആയപ്പോ ഒരു 6 മാസമൊക്കെ ആയപ്പം പുള്ളി ഇത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ ആ കിടന്ന കിടപ്പില് പുള്ളി അതിനെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് നമുക്ക് റെസ്പോൺസ് തരും. ഭയങ്കര ഹാപ്പിയായി നമ്മള്. ഈ ഡ്രംസിലൊക്കെ ക്രയോൺസ് വെച്ച് വരച്ചതാരാ? ആരാ? അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരൂ. പേരപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടനെ പേരപ്പാന്ന് വിളിക്കുന്നത്. അപ്പൊ പേരപ്പയും ഇവനും കുഞ്ഞു ബേബി ആയിരുന്നപ്പോ വരച്ചതാണ്. പേരപ്പനും കുഞ്ഞു ബേബി ആയിരുന്നു അല്ലേ? അപ്പൊ ആന്റിക്ക് ഒരു അമ്മ പാട്ട് പാടുന്ന ഒരു പാട്ടിന് ഒന്ന് കൊട്ടിത്തരാമോ? ഇലവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പന്നേടെ മറവിൽ നിന്നൊരു കള്ള നോട്ടം കണ്ടേ. ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ. കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിക്കൊള്ളില് വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാനും. കടക്കണ്ണിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും പഠിച്ച കള്ളൻ മണി പറ്റിച്ച് കുടുങ്ങിപ്പോയടി ഞാനേ. ഉള്ളൊരു ഗണ ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കാൻ കറുത്ത കള്ളന്റെ മോറ്. ഉള്ളൊരു ഗണ ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കാൻ കറുത്ത കള്ളന്റെ മോറ്. അടിപൊളിയാലോ? ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ലേ? പിന്നെ ഒത്തിരി ഞാൻ ചോദിക്കാം. ഓക്കെ, ഒന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഒരു 150 ഫിലിംസ് ആയിട്ടുണ്ടാവും അല്ലേ? 300 മേലായിട്ടുണ്ട്. ആണ്. ഓക്കെ. ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ അനന്തഭദ്രമാണ് ഒരു ബ്രേക്ക് നൽകിയത്. അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് വായിച്ചത്. ഓക്കെ. ഈ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ? ഇപ്പൊ ഫിലിം റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വരുന്നത്. ഫ്ലൂട്ടിന്റെ ഒരു പുതിയൊരു സെഗ്മെന്റ് ബാൻസൂർ സർക്കിൾ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഷോ കഴിഞ്ഞു, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു? സാധാരണ ഈ ബഹളങ്ങളൊന്നും ഇല്ലാതെ പക്ക ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ ആണ് നമ്മൾ ഷോ ചെയ്തത്. ഏറ്റവും ഇഷ്ടമുള്ളത് ഫുട്ബോൾ ആണോ? ഫുട്ബോളും ക്രിക്കറ്റും ഷട്ടിലും ഇഷ്ടമാണോ? ഈ ഷട്ടില് ഇങ്ങനെ അടിക്കുമ്പോ വരുന്ന ശബ്ദം എങ്ങനെയാ? അത് തന്നെ. ഈ ഹോഴ്സ് എങ്ങനെയാ വരുന്നേ? ഒന്ന് കാണിച്ചു തരുമോ?
ഇത്ര സ്പീഡിൽ പോകുന്ന ഹോഴ്സിനെ കണ്ടിട്ടുണ്ടോ? ആ ഇങ്ങനെ ഇങ്ങനെ വന്നേ. ഇങ്ങനെയാണോ ഹോഴ്സ് പോകുന്നേ? ആ ഇങ്ങനെ എവിടെ വെച്ചാ ഹോഴ്സിനെ കണ്ടേ? ഗിലിഗിത്താൻ. എവിടെ? കിർഗിസ്ഥാൻ. ഞങ്ങൾക്കൊന്ന് കുയിലിനെ തേടി പാടിത്തരുവോ? പിന്നെന്താ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പെട്ടിക്കകത്ത് നിറയെ ഇത്രയും ഓടക്കുഴലുകൾ കാണുന്നത്. ഇത് എങ്ങനെ സെലക്ട് ചെയ്യാം ഓരോ പാട്ടിനും? അത് ഓരോ പാട്ടിന്റെ ഫീൽ അനുസരിച്ചിട്ടാണ് ഒരു ഫ്ലൂട്ട് ഉപയോഗിക്കുന്നത്. മ്യൂസിക് പറയുന്ന സമയത്ത് എങ്ങനെയാ ഇത് തെരഞ്ഞെടുക്കുക? ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. അതിപ്പോ നമുക്കൊരു എന്താ പറയാ, ഒരു സെന്റിമെന്റ്സ് ആണെന്നിരിക്കട്ടെ, അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുപോലത്തെ പാട്ടാണെങ്കിൽ അല്പം വലിയ ഫ്ലൂട്ടിൽ വായിക്കുമ്പോഴായിരിക്കും അതിനൊരു ഫീൽ വരിക. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഈ ഒരു ഫ്ലൂട്ടിൽ ഒരു ബീച്ച് വായിക്കാം. ഇതൊന്നൊരു ഫീലാണ്. ഇനി ആ സെയിം ബീച്ച് തന്നെ ഒരു ബേസിലോട്ട് വായിച്ചേൽപ്പിക്കാം. ആ സെയിം സ്കെയിൽ തന്നെ അതിൻ്റെ താഴത്തെ റേഞ്ചാണിത്. ആദ്യം വായിച്ച ഫ്ലൂട്ട് ഒരു പ്ലസന്റ് മൂഡും ബേസ് ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഒരു പാത്തോസ് മൂഡുമാണ്. നേരിട്ട് കേൾക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ് കേട്ടോ. താങ്ക് യു. ഇത് നമുക്കൊരാൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഇത് രണ്ടും കൂടി കേൾക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. അതെ അതെ അതെ. രാജേട്ടൻ എത്ര വയസ്സ് തൊട്ട് ഫ്ലൂട്ട് വായിച്ചു തുടങ്ങി? എൻ്റെ 5ാം ക്ലാസ്സിൽ തൊട്ട് ഇങ്ങനെ വായിച്ചു തുടങ്ങി. എങ്ങനെയായിരുന്നു തുടക്കം ചേട്ടൻ വല്യച്ഛൻ്റെ മോൻ വായിക്കുന്നത് കേട്ടിട്ടാണ് ഇതിലേക്കൊരു താല്പര്യം. എല്ലാവർക്കും ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ട് അല്ലേ? ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ചേട്ടാ. ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ അത് പഠിക്കാൻ പോവാണ്. എങ്ങനെയായിരുന്നു എൻ്റെ ഡെവലപ്മെന്റ്? തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചിൻ ക്ലാസ്സിന് ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അവിടെ സൺബ്രൈറ്റ് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ അവിടെ പഠിച്ചിരുന്നത്. അങ്ങനെ അവിടെ ജസ്റ്റ് ഒരു 3 മാസം പഠിച്ചു. പിന്നെ ചെറുതായിട്ട് പാട്ടൊക്കെ വായിച്ചു തുടങ്ങി. മോന് 3 മാസം പഠിച്ചു. നമുക്കൊരു ഫാസ്റ്റ് നമ്പർ നോക്കിയാലോ? പിന്നെന്താ? ഇനി ആ ഡ്രംസിൽ കൂട്ടി തരുമോ? കുയിലിനെ തേടി കുതിച്ചു പായും മാറ. കുയിലിനെ തേടി കുതിച്ചു പായും മാറ. പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. കുയിലിനെ തേടി കുതിച്ചു പായും മാറ. പട്ടുകുപ്പായക്കാരൻ. രക്ഷ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ ആദ്യം തന്നെ ഒരു ഓണം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രാജേട്ടനാ. നമ്മൾ കുറേ പാട്ടുകൾ വേറെ പാടി,
ഒരു ഓണം പാട്ടും കൂടെ പാടിത്തരും. തീർച്ചയായിട്ടും. താങ്ക് യു. ഒരു പാട്ട് ചോദിച്ചപ്പോൾ അല്ലേ, എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ കൂടുതൽ തരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ കുറേയേറെ പാട്ടുകൾ കേട്ടു, നമ്മൾ ഏതിൻ്റെ കുറേ വിശേഷങ്ങൾ കേട്ടു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരികെ വരാം. എല്ലാവർക്കും നന്ദി. Thank you. താങ്ക് യു.